JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും വരുന്നത്, അതുപോലെ തന്നെ അതിന്റെ ശമ്പളം, അതുപോലെ തന്നെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. PSC സെക്രട്ടേറിയറ്റ്, നിയമസഭ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസർ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയുടെ വിജ്ഞാപനം ഈ വർഷം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കും. വിശദമായ സിലബസും സ്കീമും വിജ്ഞാപനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കും. മുഖ്യപരീക്ഷ, അഭിമുഖം എന്നിവയ്ക്ക് ശേഷമായിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക. ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം നടക്കുന്ന ഈ തസ്തികയുടെ മുഖ്യ പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 100 മാർക്ക് വീതമുള്ള 2 പരീക്ഷകൾ ഉണ്ടായിരിക്കും. നിലവിലെ റാങ്ക് പട്ടിക അവസാനിക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. 1,00,000 രൂപ ശമ്പളം ലഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ നിരക്കില് ലഭിക്കുന്ന ആദ്യ ശമ്പളം തന്നെ 48,000 രൂപയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ 19% DA കുടിശ്ശിക ലഭിക്കാറുണ്ട്. ഇതിന്റെ വിവിധ ഗഡുക്കൾ ലഭിക്കുന്ന പക്ഷം ശമ്പളത്തിൽ വലിയ വർധന സംഭവിക്കും. എന്തായാലും ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് തുടക്കത്തിൽ തന്നെ 50,000 രൂപയ്ക്ക് മേൽ ശമ്പളം ലഭിക്കുമെന്ന് സാരം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് 3-4 വർഷത്തിനുള്ള അടുത്ത പ്രൊമോഷൻ ലഭിക്കും. അങ്ങനെ ധാരാളം നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് 3-4 വർഷത്തിനുള്ളിൽ അടുത്ത പ്രൊമോഷൻ ലഭിക്കും. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ക്ലറിക്കൽ സർവീസിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ അതേ ശമ്പള സ്കെയിലാണ് ഈ തസ്തികയുടേത്. അതുപോലെ തന്നെ ക്ലറിക്കൽ സർവീസിലെ ജൂനിയർ സൂപ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സമയത്തോളം തന്നെ ഇത്രയും എടുക്കുകയില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് 15 മുതൽ 20 വർഷം വരെ സാധാരണഗതിയിൽ വേണ്ടിവരും. എന്നാൽ പ്രത്യേകമായിട്ട് അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിന് അസിസ്റ്റന്റായി സർവീസിൽ പ്രവേശിച്ചത് 8 മുതൽ 10 വരെ വർഷത്തിനുള്ളിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന് പ്രത്യേകം ഓർക്കുക. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ടീച്ചർ, SI തുടങ്ങിയ തസ്തികളുടെ സമാനമായ ശമ്പളമാണ് ഈ സ്കെയിലിൽ ലഭിക്കുക. അസിസ്റ്റന്റായി 10 മുതൽ 12 വർഷത്തിനുള്ളിൽ സെക്ഷൻ ഓഫീസർ പദവിയിലേക്കും ഉയരാനാകും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സർവീസിന്റെ ഏറ്റവും വലിയ മേന്മകളിൽ ഒന്നാണ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി ആണ് അതിന്റെ ഏറ്റവും വലിയ മേന്മ. അതായത് ഈ സർവീസിലെ ഏത് വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും പരസ്പര സമ്മതത്തോടെ വകുപ്പ് മാറി തങ്ങൾക്ക് താല്പര്യമുള്ള വകുപ്പിലെത്താം. കൂടാതെ അന്തർവകുപ്പ് സ്ഥലമാറ്റം എന്ന ഓപ്ഷനുമുണ്ട്. തെക്കൻ ജില്ലകൾക്ക് പുറത്തുള്ളവർക്ക് സെക്രട്ടേറിയറ്റ് ജോലിക്ക് പലപ്പോഴും താല്പര്യക്കുറവ് ഉണ്ടാകാം. കാരണം ഈ സാഹചര്യത്തില് സെക്രട്ടേറിയറ്റിൽ നിയമനം ലഭിക്കുന്ന പക്ഷം PSCയിലേക്കോ സ്റ്റേറ്റ് ഓഡിറ്റിലേക്കോ മാറ്റം വാങ്ങി സ്വന്തം ജില്ലയിലെത്തി ജോലി നോക്കാം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പരസ്പരമുള്ള അന്തർവകുപ്പ് സ്ഥലമാറ്റങ്ങൾക്ക് 1 വർഷം നിശ്ചിത എണ്ണം എന്ന നിയന്ത്രണം ഇല്ല. എന്നാൽ അന്തർവകുപ്പ് സ്ഥലമാറ്റങ്ങൾ ഓരോ വർഷവും വകുപ്പിലുണ്ടാകുന്ന ഒഴിവുകളിൽ നിശ്ചയ ശതമാനം എന്ന നിലയിൽ നിജപ്പെടുത്തിയിട്ട് ഉണ്ട്. അപ്പോൾ പ്രൊമോഷൻ, അതുപോലെ തന്നെ വകുപ്പ് തല സ്ഥലമാറ്റങ്ങളും സൗകര്യങ്ങളും ഒക്കെ ധാരാളമുള്ള ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് നോക്കാം. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് 36 വയസ്സ്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 39 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 41 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമ്പോൾ, അടുത്ത മാസം വരുമ്പോൾ ഏജില് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ
കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാവുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുമോ എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുന്നത് PSC ആണ്. അപ്പോൾ അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.